നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ്, അതോടൊപ്പം തന്നെ ഏതാണ്ട് 3250 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം, നരേന്ദ്രമോദിയുടെ റാലി, ഇതെല്ലാം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബംഗാളിൽ നിന്നും അത്രയ്ക്ക് ഹിതകരമല്ലാത്ത ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത മറ്റൊന്നുമല്ല, ബംഗാളിലെ മുർഷിദാബാദ് ജില്ല. ആ മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ വലിയ കലാപം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെയും ഇന്നുമായി അവിടുത്തെ ഒരു കൂട്ടം ആളുകൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടുത്തെ പ്രദേശവാസികൾ കൂട്ടമായി സംഘടിച്ച് വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. ആ പ്രക്ഷോഭം എന്ന പേരിൽ നടത്തുന്നതൊക്കെയും കലാപമാണ്. ആ പ്രക്ഷോഭം നടത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു വ്യക്തി ജാർഖണ്ഡിൽ കൊല്ലപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇയാളെ ജാർഖണ്ഡിൽ വെച്ച് ബംഗാളി സംസാരിക്കുന്ന അന്യഭാഷാ തൊഴിലാളി ആയതിനാൽ അവിടുത്തെ ആളുകൾ തല്ലിക്കൊന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാരുടെ പേരിൽ അവിടെ പ്രതിഷേധവും കലാപവും ഒക്കെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ കലാപകാരികൾ വെറുതെ ഇരിക്കുകയല്ല, വെറുതെ ഒരു കലാപം നടത്തുകയല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു ദേശീയപാത ഉപരോധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ ദേശീയപാത ഉപരോധിച്ചിരിക്കുകയാണ്. ഈ ദേശീയപാത എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ വടക്കു ഭാഗവും തെക്ക് ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ് NH-12. ഈ ദേശീയപാത ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നിരനിരയായി കിലോമീറ്ററുകളോളം ദൂരം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കലാപകാരികൾ റെയിൽവേ ഗേറ്റിന് നേരെ ആക്രമണ ശ്രമം നടത്തുന്നുണ്ട്. പാളം തകർത്ത് റെയിൽ ഗതാഗതം താറുമാറാക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് വലിയ സംഘർഷാവസ്ഥ മുർഷിദാബാദിൽ സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഈ ശ്രമത്തിന് പോലീസിൻ്റെ ഒത്താശയുണ്ടായിരുന്നു, മമതാ സർക്കാരിൻ്റെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറുകളിലെല്ലാം, അതായത് ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ പോലീസ് ഈ കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്കായിട്ടാണ് പോലീസ് അക്കാര്യത്തിൽ ഇടപെടുന്നതും ലാത്തി ചാർജ് നടത്തി കലാപകാരികളെ ഓടിക്കുന്നതും റോഡ് തടയുന്നവരെ മാറ്റി നിർത്തി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും എല്ലാം ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ മാത്രമാണ്. അവിടെ മാധ്യമപ്രവർത്തകർക്ക് പോലും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രപ്രധാനമായ റെയിൽവേ പാതയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുമാണ് ഇപ്പോൾ അവർ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് സന്ദർശിക്കുന്ന ദിവസം തന്നെ അവർ അതിന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശന ദിവസം, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ദിവസം, ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടിക്കുന്ന ദിവസം, അന്ന് തന്നെ റെയിൽ ഗതാഗതവും ഹൈവേ ഗതാഗതവും തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അരാജകത്വം സൃഷ്ടിക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇത് സംസ്ഥാനത്ത് SIR നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. SIRന് പുറത്ത്, SIRൽ നിന്നും ദശലക്ഷക്കണക്കിന് ബംഗ്ലാദേശി പൗരന്മാരാണ്, അനധികൃത ബംഗ്ലാദേശികളാണ് പുറത്തായിട്ടുള്ളത്. ഇവരെല്ലാം സംഘടിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കലാപമുണ്ടാക്കാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കലാപം നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിന് മമതാ ബാനർജി സർക്കാരിൻ്റെ ഒരു വലിയ സഹായമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുണ്ട് വ്യാപകമായി. ഇത് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ അവർ അനുവദിക്കുന്നില്ല, ഈ കലാപകാരികൾ അനുവദിക്കുന്നില്ല. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അതിന് ഞാനും അപലപിക്കുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകരുത്, എൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു എന്ന വിചിത്രമായ പ്രസ്താവനയാണ് സംസ്ഥാനത്തെ പോലീസ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇത്തരം കലാപകാരികൾക്കുണ്ട്. ഈ കലാപം നടത്തുന്നവർക്ക് പിന്നിലുണ്ട്. ഈ പോലീസും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പിന്തുണയോടും കൂടിയാണ് ബംഗാളിൽ ഒരു പുതിയ കലാപത്തിന് തുടക്കമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാക്കിയ മമതാ ബാനർജി കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എന്ന് BJP ഇതിനോടകം തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര സേന എത്തണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.